ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത് ജൂൺ 7, 8, 9 ഇവിടെ ഷാർജ എക്സ്പോ സെൻറ്ററിൽ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമിൻ്റെയാണ് കേട്ടോ. അതായത് ഗൾഫ് മാധ്യമം നടത്തുന്നൊരു വലിയൊരു ഇവൻ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇവൻറ്റിന് പോകുന്നത്. അതിപ്പോൾ ഇവിടെ ആമികുട്ടി ഉള്ളതുകൊണ്ട് ഞാൻ പോയിട്ടല്ലെങ്കിൽ ഞാൻ പോകാറൊന്നുമില്ല. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ഗൾഫ് മാധ്യമം നടത്തുന്ന ഈ ഒരു ഇവൻറ്റ് UAE തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഇവൻറ്റിൻ്റെ ലിസ്റ്റിൽ പെട്ടതാണെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ഓരോ പ്രാവശ്യം ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത്തവണ മുഖ്യ അതിഥിയായിട്ട് വന്നിട്ടുണ്ടായത് നമ്മുടെ ലാലേട്ടനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് 3 ദിവസത്തെ ടിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ലാലേട്ടൻ വരുന്ന ദിവസം, മോഹൻലാൽ വരുന്ന ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല, ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആമികുട്ടിയുടെ പ്രോഗ്രാമിൻ്റെ അന്ന് മാത്രം പോയിട്ട് വന്നു കേട്ടോ. അവിടെ കുറേ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി കോൺടെസ്റ്റ്, സിംഗ് ആൻഡ് വിൻ പ്രോഗ്രാം, ലിറ്റിൽ ആർട്ടിസ്റ്റ്. അതിൽ ലിറ്റിൽ ആർട്ടിസ്റ്റിലാണ് നമ്മളിപ്പോൾ പിന്നെ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. അതിൽ ലിറ്റിൽ ആർട്ടിസ്റ്റ് എന്നുള്ളതിൽ ഒരു പ്രോഗ്രാമാണ് ഈ പെയിൻറ്റിങ് ഉണ്ടായിരുന്നത്. അതിൽ 4ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ അവർക്ക് ഒരു തീം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബീച്ചിൻ്റെ ഒരു ഇതാണ് അവരുടെ അടുത്ത് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ കാണുന്ന കാഴ്ചകളും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ 4ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾ KG മുതൽ 4 വരേക്കുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവരൊരു പാരറ്റിൻ്റെ ഒരു പിക്ചറായിരുന്നു. അത് കളർ ചെയ്യാനായിരുന്നു കേട്ടോ. അങ്ങനെ 2 സെക്ഷനായിട്ട് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ഈ സൈഡിലായിട്ട് ഇഷ്ടംപോലെ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മലയാളീസാണ് കേട്ടോ, കൂടുതലും മലയാളികളാണ്. ആമികുട്ടിക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത്രയധികം കുട്ടികളുടെ കൂടെ പോയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ അവൾ പങ്കെടുക്കുക എന്നുള്ളത്. പ്രൈസൊന്നും നമുക്ക് കിട്ടില്ലായിരിക്കും, പക്ഷേ എന്നാലും അവൾക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റും കിട്ടും. അങ്ങനെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പങ്കെടുപ്പിക്കുക അമ്മ, ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലെനിക്ക് സന്തോഷം. അവരെത്രത്തോളം അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യട്ടെ എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം. അതിലിപ്പോൾ നമ്മൾ സമ്മാനം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. പക്ഷെ അവർക്ക് അതൊക്കെ ഓരോ അനുഭവങ്ങളാവണം. അവർ വലിയ കുട്ടികളൊക്കെ ആയി വരുമ്പോൾ വലിയ അവരുടെയൊക്കെ, അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ എന്താ പറയുക, എൻ്റെ മോളായാലും അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ മക്കളായാലും ചേച്ചിയുടെ മക്കളായാലും ഒക്കെ ഇങ്ങനെ ഓരോ കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ട് അവർക്ക് അതിൻ്റെ പ്രൈസൊക്കെ കിട്ടുമ്പോൾ ഞാൻ പറയും, അമ്മയും സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ മേമ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തും കിട്ടിയിരുന്നു, അതിന് പങ്കെടുത്തിരുന്നു, ഇതിന് പങ്കെടുത്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്കൊരു ഓർമ്മകളല്ലേ. അതുപോലെ ഇവർക്കും അങ്ങനെയുള്ള ഓർമ്മകൾ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മളായിട്ട് ചെയ്തു കൊടുക്കുക. പിന്നെ അവരുടെ ഒരു അറിവൊക്കെ ആയി വരുമ്പോൾ അവർ തന്നെ താനെ ഓരോന്നിലും പങ്കെടുത്തോളും. അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെ ഞാൻ ജസ്റ്റ് പങ്കെടുപ്പിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർക്ക് അവിടെ ഒരു 2 മണിക്കൂർ ടൈം ഉണ്ടായിരുന്നു. ആ 2 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഇവിടെ കുറേ സ്റ്റാളുകളുണ്ട്. അപ്പോൾ പേരൻസിന് അവിടെയൊക്കെ പോവാം. നമുക്കൊരു കാർഡ് തരും. ആ കാർഡിൽ ഇവിടെ ഓരോ സ്റ്റാളിലും കമോൺ കേരളയുടെ ഒരു സെക്ഷൻ ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മളതിൽ സീല് വാങ്ങണം. ഇതുപോലെ കണ്ടോ, ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ വന്നിട്ട് സീല് വെപ്പിക്കണം. അങ്ങനെ 8 10 എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നിലും ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് സീല് വെക്കും. ഓരോ ഇതുപോലത്തെ ഇതിൽ എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ സെക്ഷനിൽ പോയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. 10 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഫുള്ളായിട്ട് സീൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിലിടാം. അതിൽ നറുക്കിട്ട് എടുക്കുന്ന ഒരാൾക്ക് 2 പേർക്ക് എന്തൊക്കെയോ പ്രൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൂടാതെ ഇവിടെ ഇതുപോലെ ജോയ് ആലുക്കാസിൻ്റെയും പിന്നെ വേറെ കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു. അവിടേക്ക് ഓരോരോ സ്ക്രാച്ച് ആൻഡ് വിൻ, സ്ട്രീറ്റ് ടു വിൻ ഒക്കെ കുറേ ഉണ്ടായിരുന്നു. അതിലേക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പ്രൈസ് കിട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50% ഡിസ്കൗണ്ട്, 20% ഡിസ്കൗണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ലെതർ ബാഗിൻ്റെ ഒക്കെ സെക്ഷനായിട്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു അടിപൊളി പ്രോഗ്രാമായിരുന്നു. ആമികുട്ടിയുടെ ഡ്രോയിങ് അത് കഴിയുന്ന ടൈമിൽ എല്ലാം കണ്ടിട്ട് ഇവിടുന്ന് കുറച്ച് പ്രൈസൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഇവിടുന്ന് കിട്ടി. പക്ഷേ ആമികുട്ടി കുറച്ചൊക്കെ രസമായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഇതൊക്കെ അങ്ങനെ ഓരോന്നിലും പോയി പ്രൈസ് വാങ്ങലും പിന്നെ ഓരോന്ന് സ്ക്രാച്ച് ചെയ്യാൻ പിന്നെ ഉണ്ടായിരുന്നു.
അപ്പോൾ കുറേ ഒന്നും എനിക്ക് വീഡിയോ പറ്റില്ല. അങ്ങനെ അത് ഈ ഒരു പ്രോഗ്രാമാണ് കംപ്ലീറ്റ് വർഷങ്ങളായിട്ട് നടത്തിയൊരു പ്രോഗ്രാം. ഫസ്റ്റ് ടൈമാണ് ഈ വർഷം ഞാൻ പോകുന്നത്. പറ്റുകയാണെങ്കിൽ അടുത്ത വർഷം ഞാൻ അതുപോലെ പങ്കെടുക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് എനിക്ക് കിട്ടിയത് ചിക്കൻ മസാല കാണിച്ചില്ല വീഡിയോ. പിന്നെ ഇവിടെ ചിപ്സ് കോഴിക്കോട് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ചിപ്സ് പിന്നെ അല്ലുകൾ എന്തൊക്കെയുണ്ടായിരുന്നു. ചിപ്സ് ജസ്റ്റ് അവരെല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. ടേസ്റ്റി ഫുഡിൻ്റെയാണ് ചിക്കൻ മസാല കിട്ടിയത്. നല്ല ക്യൂ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നിന്നിട്ടാണ് നമുക്ക് കുറേ പേർക്ക് പ്രൈസ് ഉണ്ട്, കുറേ പേർക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് ഇതെൻ്റെ ഞാൻ ചെയ്യുന്നത് പക്ഷേ എൻ്റെയും ഇത് തന്നെയാണ് വന്നത്. എനിക്ക് പ്രൈസ് കിട്ടി. ഞാൻ അവിടെ നിന്ന് അങ്ങനെയാണ് എല്ലാതും 50 എല്ലാം കൂടി. അപ്പോൾ അത് ആൾക്കാരൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്താൽ ഫ്യൂച്ചറിൽ ഇതായിരിക്കും യൂണിറ്റ് പ്രൈസ് വരുന്നത്. പക്ഷെ എന്നാലും മറ്റുള്ള പ്രൊഡക്ട്സിനേക്കാളും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ലീഡേഴ്സിനേക്കാളും പ്രൈസ് കുറവാണ് വരിക. പക്ഷെ അത് ഇതാണ് കോഴിക്കോട് ഷോപ്പ് തന്നെ അവരുടെ സ്റ്റോർ. ഇവിടെ തന്നെ നല്ല ചിപ്സ് ടേസ്റ്റ് ഉണ്ട്. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിപ്സ് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും കൊടുക്കുന്നത് ഇഷ്ടമുള്ള ചിപ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറിൻ്റെ ഒരു ഷോപ്പ്. ഞാൻ ഇതൊക്കെ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആമയുടെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മൾ പേരൻസ് തന്നെ പോയിട്ട് കണക്ട് ചെയ്യണം. കണ്ടു എനിക്ക് അതിലെല്ലാത്തിലും ഫീൽ ചെയ്യാൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനത് അവിടെ തന്നെ ഒരു ബോക്സിൽ കൊണ്ടുപോയിട്ടു. പിന്നെ ഇത് ഫുഡിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. അതായത് ബിരിയാണി ഫസ്റ്റ് അതാണ് ഇത്. പിന്നെ ആർക്കും പ്രൈസ് കിട്ടുന്നപ്പോൾ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. കുറേ ഫുഡും ബിരിയാണി മാത്രമല്ല തോന്നുന്നു. ബിരിയാണി ഫസ്റ്റ് വേറെ ഉണ്ടായിരുന്നു. ഡിസേർട്ടിൻ്റെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഭാഗത്തേക്ക് നമ്മളധികം പോയിട്ടില്ല. അങ്ങനെ അവിടെ നിന്നിട്ടും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇതാണ് ലാസ്റ്റ്. ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതിലിട്ടു. ഇതിലേക്ക് കോളൊന്നും വന്നില്ല. അപ്പോൾ നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത് കഴിഞ്ഞ് ആമിക്കുട്ടീനെ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചോ? ഇല്ല, അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല. അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പുറത്ത് വന്നിട്ട് കഴിച്ചു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസം, നല്ലൊരു പ്രോഗ്രാമായിട്ട്, നല്ല എന്താ പറയുക, കുറേ ഓർമ്മകളൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത വർഷം പറ്റുകയാണെങ്കിൽ അടുത്ത വർഷവും പങ്കെടുക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.